അസ്സലാമലൈക്കും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എന്നല്ല എപ്പോഴും നാളെ എന്താകും എന്നൊരു ഉത്കണ്ഠ ഇല്ലേ? നമ്മുടെ ഭാവിയെക്കുറിച്ച് എന്താകും എന്നൊരു പേടി നമ്മുടെ ഉള്ളിൽ തോന്നാറില്ലേ? ഇങ്ങനെ ചിന്തിച്ച് നമ്മുടെ മനസ്സമാധാനവും സന്തോഷവും നഷ്ടപ്പെടാറില്ലേ? ഇതിനെന്താ ഒരു പരിഹാരമെന്ന് ചിന്തിച്ചിട്ടില്ലേ? നാളെ എന്ത് സംഭവിക്കുമെന്നൊരു ചോദ്യം എപ്പോഴും നമ്മളിൽ ഉണ്ടാകുമല്ലേ? തവക്കുൽ, നാളെ എന്ത് സംഭവിക്കുമെന്നുള്ള നമ്മുടെ ഇസ്ലാമിൽ പറയുന്നതാണ്. തവക്കുൽ എന്നാൽ അള്ളാഹുവിൻ്റെ പൂർണ്ണമായി കാര്യങ്ങൾ ഏൽപ്പിക്കുക എന്നതാണ്. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അത് നടക്കാൻ നമ്മൾ 100% ശ്രമിക്കുന്നു. എന്നിട്ട് അത് പൂർണ്ണമായും അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നു. നമുക്ക് അള്ളാഹുവിനോടുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് തവക്കുൽ. ചിലരുടെ വിചാരമുണ്ട് തവക്കുൽ എന്നാൽ വെറുതെ ഇരുന്നാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും എന്നാണ്. അല്ല, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഉദാഹരണത്തിന്, നമ്മൾക്കൊരു പരീക്ഷ എഴുതണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ട് പഠിക്കണം. ആ പരീക്ഷ നമ്മൾ നന്നായി പഠിച്ചെഴുതിയിട്ട് ബാക്കി അള്ളാഹുവിൽ ഏൽപ്പിക്കണം. തവക്കൽത്തു അലല്ലാഹ്. അല്ലാതെ നമ്മളൊന്നും പഠിക്കാതെ പോയതുകൊണ്ട് പരീക്ഷയ്ക്ക് ജയിക്കണമെന്ന് പറഞ്ഞാൽ ജയിക്കുക പോലുമില്ല. അതുപോലെ നമ്മൾ കഷ്ടപ്പെടണം, എന്നാലേ അതിന് റിസൾട്ട് നമുക്ക് സന്തോഷമുള്ളതാകുള്ളൂ. തവക്കുൽ, വിശ്വാസത്തിൻ്റെ ശക്തി. പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നടന്നത് നോക്കിയാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. പക്ഷികളെപ്പോലെ ജീവിക്കാൻ ആഗ്രഹിച്ചാൽ, പക്ഷികൾ രാവിലെ വിശന്ന് കൂട്ടിൽ നിന്നും ഇറങ്ങിയാൽ വൈകിട്ട് നിറവയറുമായി മടങ്ങുന്നു. ആ പക്ഷികൾ കൂട്ടിലിരുന്നാൽ അതുങ്ങൾക്ക് ഭക്ഷണം കിട്ടത്തില്ല, അല്ലേ? അതുപോലെ തന്നെയാണ് പക്ഷികൾ ഭക്ഷണം തേടി ഇറങ്ങി അള്ളാഹു ആ പക്ഷികൾക്ക് വയറു നിറച്ച് ഭക്ഷണത്തിന് വഴി കാട്ടിക്കൊടുക്കുന്നു. നമ്മൾ അള്ളാഹുവിൽ ഭാരം ഏൽപ്പിക്കുക. അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി നോക്കിക്കോളും ഇൻഷാ അള്ളാഹ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. നമ്മൾക്ക് ഏത് വലിയ പ്രശ്നം വരുമ്പോഴും ഒരു സത്യവിശ്വാസി ചൊല്ലേണ്ട ഒരു വാചകമാണ്. ഏറ്റവും പവർഫുള്ളായ ദിക്റാണിത്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന സമയമുണ്ടാകും. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. നിനക്ക് വിധിച്ചത് നിനക്കൊരിക്കലും നഷ്ടപ്പെടില്ല, നിനക്ക് നഷ്ടപ്പെട്ടത് നിനക്ക് വിധിച്ചതുമല്ല. ഈ ഒരൊറ്റ വാചകം ചിന്തിച്ചാൽ മതി. നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഭാരം അള്ളാഹുവിൽ ഏൽപ്പിക്കുക. അള്ളാഹു നോക്കിക്കോളും കാര്യം ഇൻഷാ അള്ളാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരം നമ്മുടെ റബ്ബ് തന്നെയാണ്. മാഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും.